ചിലമ്പ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബുചേട്ടനും ഭരതേട്ടനുമായിട്ടുള്ളൊരു കണ്ടെത്തലിന്റെ കഥ എന്താണ്? ഞാൻ ബേസിക്കലി പൂനെയിലാണ് ഞാൻ MBA ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തായിട്ടായിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും അപ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകൾ ഭരതേട്ടൻ, അരവിന്ദൻ, പത്മരാജൻ, IV ശശി, ജോഷിയേട്ടൻ, ഹരിഹരൻ, അങ്ങനെയുള്ള ചില പേരുകളെ കേൾക്കാറുള്ളൂ. അന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ വിമുഖത. ഏതൊക്കെയാലും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു FTIയിൽ. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു പ്രത്യേകിച്ചൊരു പൊക്കമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ അന്നത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല. പൊക്കവും നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഇട്ടുള്ളൊരു കീറിയ ജീൻസും കീറിയ പാൻറ്റും അന്ന്. അതെ, മലയാള സിനിമയിൽ ഒരു ഭരതേട്ടനല്ലാതെ വേറൊരാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു. ഭരതേട്ടൻ്റെ വീട്ടിൽ പോയി പലതവണ ഭരതേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു. അപ്പം ആരും പുറത്തൊന്നും കണ്ടില്ല. പിന്നെ കയറാനും ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭരതേട്ടൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. സിദ്ധാർത്ഥൻ കുഞ്ഞ പുള്ളിയും ലളിത ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പുള്ളി ഇങ്ങനെ വയറിലൊക്കെ തടയി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി എന്നെ കണ്ട പുള്ളി ഇങ്ങനെ നോക്കി, വളരെ കാര്യമായിട്ട് നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടപ്പോൾ ലളിത ചേച്ചിയോട് പറയും ഇവന് വല്ലതും കൊടുത്ത് പറഞ്ഞു വിടുക. അവനോട് നീ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൂനെയിൽ നിന്ന് വരികയാണ്, മലയാളിയാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അന്നപ്പോഴത്തെ KU മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ഒരു കുറെ ചെറിയൊരു ആൽബം അത് ഞാൻ ഭരതേട്ടനെ കാണിച്ചു. അന്നേരം ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാം, ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലൊരു ഇത് കിട്ടി. 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ 10 ദിവസം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ, 10 വർഷത്തെ. അപ്പോൾ ഇങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ചിലമ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. റഹ്മാനാണ് ഹീറോ. അപ്പോൾ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കരാട്ടയും കളരിയും തമ്മിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ നീ അന്ന് കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാസ്റ്റ് ചെയ്ത് അന്നൊരു 2500 രൂപ എൻ്റെ കൈ തന്നു. അന്ന് 2500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് നമ്മൾ ശരിക്കും പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ്. പൈസ കിട്ടിയില്ല നമ്മൾ വേണം എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം.